നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ വലതുഭാഗത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അധോലോക സംഘമാണ് ലീഗ് നേതാക്കന്മാരെ പോലും ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ആ തീവ്രവാദികളെ തള്ളിപ്പറയാൻ ഇതേവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് റിജിലേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സദാചാര പോലീസിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് മരണപ്പെട്ടത്. ഇവിടെയും സദാചാര പോലീസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഒന്നല്ല, നിരവധിയാണ്. തളിപ്പറമ്പിൽ നിരവധി സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ലീഗ് പറയുന്നത് ഞങ്ങൾ തീവ്രവാദ ശക്തിയല്ല, ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി എതിരാളികൾ പറയുന്നതാണ്, ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദ മോഡൽ ആക്രമണങ്ങൾ തള്ളിപ്പറയണ്ടേ? അരിയിൽ നടന്നിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് തളിപ്പറമ്പ് പട്ടണത്തിൽ മതകലാപം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ അവർ തള്ളിപ്പറയണ്ടേ? തളിപ്പറമ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയോട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ആക്രമിച്ച സംഭവത്തെ ലീഗ് തള്ളിപ്പറയണ്ടേ? അപ്പോൾ ജില്ലയിൽ പലയിടത്തും സദാചാര പോലീസ് എന്ന പേരിൽ നടത്തുന്ന അക്രമങ്ങളെ തള്ളിപ്പറയാൻ ലീഗ് തയ്യാറാവാത്തിടത്തോളം കാലം അവരുടെ തീവ്രവാദ വിരുദ്ധ പ്രസംഗം കാപട്യമായിട്ട് മാത്രമേ ജനങ്ങൾ കണക്കാക്കുകയുള്ളൂ.